സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് തന്നെയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ടാഗ് ലൈനോട് ഒരുപാട് സാമ്യമുള്ള ഒരു സബ്ജക്റ്റും കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കുറേയധികം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണ്. കുറേയധികം കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള ഒരു മേഖല കൂടിയാണ്. ഞാൻ അധികം വളച്ചിട്ടില്ലാതെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മോടൊപ്പം ഇന്ന് കൂടെയുള്ളത് മുകിൽ റാം TS ആണ്. അദ്ദേഹം അലയൻസ് എയറിന്റെ ഫസ്റ്റ് ഓഫീസറാണ്. സർ നമസ്കാരം. ഹായ് നമസ്കാരം. സർ എങ്ങനെ പോകുന്നു ജോലിയൊക്കെ? ജോലിക്ക് നന്നായിട്ട് പോകുന്നു. വർക്ക് ലൈഫ് ബാലൻസ് നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോ ജനറൽ ഏവിയേഷനിൽ ഏകദേശം 10 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ളതാണ് സർ. അതുപോലെ ഇപ്പോ എയർലൈൻ പൈലറ്റ് ആയിട്ട് 3 വർഷത്തോളം ആയി ജോലി ചെയ്തു വരുന്നല്ലേ? അതെ. ഓക്കെ, അപ്പോ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ? പറയൂ മാം പ്ലീസ്. എങ്ങനെയുണ്ട് ഫ്ലൈയിങ്? നമ്മുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പാഷനേറ്റ് ആയ ഒരാൾക്ക് എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നു, എവറി ഡേ ഈസ് എ ന്യൂ ചാലഞ്ച്. സോ എത്രയും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു അത്രയും നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്യും. ഉറപ്പായിട്ടും. അപ്പൊ പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെന്നാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ, നമ്മുടെ ഷോയുടെ തന്നെ പേര്. സോ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ ഇന്ന് മുകിൽ സാറായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സാറിന്റെ കയ്യിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടെന്ന് ഞങ്ങൾ അങ്ങോട്ട് ഉറപ്പ് പറയാണ്. ഓക്കെ സാർ, അപ്പം നമുക്കറിയാം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഉറപ്പായിട്ടും ആവശ്യമുള്ള ഒരു മേഖല തന്നെയാണ്. പക്ഷെ അതിലുപരി ഒരു വ്യക്തിക്ക് വേണ്ട ക്വാളിറ്റീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് ബേസിക് ആയിട്ട് അവർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കും? എന്റെ കോൺസെപ്റ്റില് ഒരേ ഒരു ക്വാളിറ്റി, അത് ഇൻ ആൻഡ് ഔട്ട്. നമുക്ക് ഏവിയേഷനിൽ 18 വയസ്സ് തൊട്ട് 65 ഇയേഴ്സ് വരെ നമുക്ക് വർക്ക് ചെയ്യാം. ബട്ട് അതിൽ ഒരു ക്വാളിറ്റി മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം, പേഷ്യൻസ്. അതിന്റെ കൂടെ തന്നെ ഇൻക്ലൂസീവ് ടെമ്പറമെന്റ്. ബട്ട് ഐ വിൽ കീപ് പേഷ്യൻസ് ഇസ് ദ ഫോർമോസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും അല്ലേ? യെസ്, സൂട്ടബിൾ വൺ ടു ബിക്കം എ പൈലറ്റ്. ഈ ഫീൽഡ് സർവൈവ് ചെയ്യണമെങ്കിൽ പേഷ്യൻസ് എന്തായാലും ഉണ്ടാവണം. അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് ജോലി ചെയ്യുന്ന ഒരു പൈലറ്റിനാണെങ്കിലും എപ്പോഴും വേണ്ട ഒരു കാര്യമാണ് ക്ഷമ, പേഷ്യൻസ് അല്ലേ? ഉറപ്പായിട്ടും. കാരണം എന്റെ കോൺസെപ്റ്റിൽ ഞാൻ നോക്കുന്നത് ഡോക്ടേഴ്സ് അവർ ചെയ്യുന്ന, എസ്പെഷ്യലി സർജൻസ് ഒക്കെ ചെയ്യുന്ന അവരുടെ പ്രൊഫഷൻ ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് എന്റെ ഒരു കോൺസെപ്റ്റില്. ഇപ്പൊ ഫ്ലൈയിങ് കുറച്ച് നമ്മൾ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ അതിനെ എൻജോയ് ചെയ്യും. ബട്ട് എൻജോയ് ചെയ്യുന്നതൊപ്പം തന്നെ എവറി ഡേ ഈസ് എ ന്യൂ സ്ട്രഗിൾ. നമ്മൾ ഇന്നലെ ചെയ്തതിനല്ല, ഇന്ന് എന്ത് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നാളെ നമ്മളെ വാലിഡേറ്റ് ചെയ്യുന്ന ആൾക്കാർ. സോ പേഷ്യൻസ് എല്ലായിടത്തും വേണം. നമ്മൾ ട്രെയിനിങ്ങിലായിക്കോട്ടെ, ജോലിയിലായിക്കോട്ടെ, ജോലി കഴിഞ്ഞ് നമ്മുടെ ഫാമിലി ലൈഫ് ആയിക്കോട്ടെ, എല്ലായിടത്തും പേഷ്യൻസ് വേണം. സോ എല്ലാ കോൺസെപ്റ്റിലും നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ യു ആർ ഫിറ്റ് ടു ഫ്ലൈ ഇൻസൈഡ്. കോക്പിറ്റിലേക്ക് പോകുന്ന സമയത്ത് യു കീപ് ഓൾ യുവർ വറീസ് ഔട്ട്സൈഡ്. അകത്തേക്ക് പോകുമ്പോൾ നമ്മളെ ഒരു പുതിയൊരാളായിട്ടാണ് നമ്മൾ പോകുന്നത്. സോ പേഷ്യൻസ് അവിടെ, ടെമ്പറമെന്റും കൂടുതൽ നമ്മുടെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത് അവിടെയാണ്. ഓക്കെ സാർ, അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട ക്വാളിറ്റിനെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് പ്രൊഫഷണലി ഈ ഒരു ജോലിക്ക് ഏതൊക്കെ തരത്തിലുള്ള അല്ലെങ്കിൽ എന്ത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് ഒരു വ്യക്തിക്ക് വേണ്ടി വരിക? നമുക്ക് ബേസിക് ആയിട്ട് 10+2 വേണം. +2 നോർമലി മുന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാൻഡേറ്ററി ആയിരുന്നു. ഇപ്പം കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ കൂടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ എക്സാംസ് എഴുതി അവർക്ക് ഫിസിക്സും മാത്സും ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിന് പാസ് മാർക്ക് മാത്രം മതി റെസ്പെക്റ്റീവ് ബോർഡ്സിൽ നിന്ന്. അതിന് സർട്ടൻ പാസ് മാർക്ക് 60%, 50% അങ്ങനെയൊന്നുമില്ല, പാസ് മാർക്ക് മാത്രം മതി. സോ അതാണ് ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അല്ലാതെ വേറെ ഒന്നുമില്ല. +2 ബേസിക്കലി എല്ലാവരും +2 ക്വാളിഫൈഡ് ആണ്. അതിനുശേഷം CPL കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കോഴ്സിലേക്ക് അവർ എൻറോൾ ചെയ്യപ്പെടുന്നു. അപ്പൊ കുറെ അധികം ആളുകൾക്കും ചിലപ്പോൾ കുറെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരിക്കാം, ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിരിക്കാം. ഈ ഒരു വിഷയം എടുത്തവർക്ക് മാത്രമേ പൈലറ്റ് ആവാനായിട്ട് പറ്റുള്ളൂ എന്ന്. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല എന്നാണ് സാർ ഉദ്ദേശിച്ചത് അല്ലേ? അല്ലല്ല, ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പം അവരെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത്, ഗ്രൗണ്ട് ക്ലാസ് ആയിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് ഒരു 3-4 പേര് അവർക്ക് +2 ഫിസിക്സ് മാത്സും ഇല്ലായിരുന്നു. സോ അവര് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൽ പോയിട്ട് അവര് കൊച്ചിനാണെന്ന് തോന്നുന്നു അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, അല്ല കൊച്ചിനിലും ഉണ്ട്. ഓക്കെ, സോ അവിടെ പോയി അവര് എക്സാംസ് ഒക്കെ കൊടുത്തു. ആൻഡ് ഇപ്പം അവർ ഓരോ റെസ്പെക്റ്റീവ് ഫ്ലൈങ്, ട്രിവാൻഡ്രം ഫ്ലൈങ് ക്ലബ് കേരളത്തിലെ ഒരേ ഒരു ഫ്ലൈങ് ക്ലബ് ആണ്. അപ്പൊ അവിടെ ഫ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ബാരിയർ ഇപ്പൊ ഇല്ല. മുന്നത്തെ കാലത്ത് എനിക്കറിയില്ല, ഞങ്ങൾ പഠിച്ച സമയത്തൊക്കെ ഫിസിക്സ് മാത്സ് ഒക്കെ ആയിരുന്നു ഈ ഫ്ലൈങ് ക്ലബ്സ് പ്രിഫർ ചെയ്തിരുന്നത്. ബട്ട് ഇപ്പം ഫ്ലൈങ് ക്ലബിന്റെ റെസ്പെക്റ്റീവ് ടൈം സ്ലോട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതുകൊണ്ട് പിള്ളേർക്ക് NIOSന് എക്സാം എഴുതിയിട്ട് വരാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു എന്താ പറയാ ഒരു ടൈം സ്പാൻ അവർ കൊടുക്കത്തില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ള പിള്ളേര് ഇതിന് വേണ്ടിയിട്ട് ആസ്പിരന്റ് ആയിട്ടുള്ള പിള്ളേര് എക്സാംസ് എഴുതി ഫ്ലൈങ് ക്ലബിൽ എൻറോൾ ചെയ്യുന്നതാണ് പുതിയൊരു സാഹചര്യം. ഓക്കെ, അപ്പോൾ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് പറക്കാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കോഴ്സുകൾ ഒന്നും ഒരു തടസ്സമാവില്ല. ആ ഒരൊറ്റ
ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടത്തോടു കൂടി കണ്ടിന്യൂ ചെയ്യാം അല്ലെ നമ്മുടെ വഴി? ഷുവർ നമ്മള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും സ്ട്രഗിൾസ് ഉണ്ടാവും, ബട്ട് കീപ് ഗോയിങ്. നിങ്ങളുടെ പാഷൻ അതാണെങ്കിൽ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഒബ്വിയസ്ലി നിങ്ങൾ ആ ഒരു ഡ്രീം ചെയ്ത ആ ഒരു സ്പേസിൽ എത്തിപ്പെടും. പിന്നെ എല്ലായിടത്തും പറയുന്ന പോലെ ജോലി കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് മെനക്കെടേണ്ടിയിരിക്കുന്നു ജോലി റീറ്റെയിൻ ചെയ്യാൻ. ഉറപ്പായിട്ടും. അതെ തീർച്ചയായിട്ടും. യെസ്, അപ്പൊ നമ്മള് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ പറ്റിയിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു പൈലറ്റ് ആവാൻ വേണ്ട യോഗ്യതകള്. അപ്പോ ഇതിനുശേഷം നമ്മൾ ഇന്ന് പറക്കാൻ തന്നെ പോവാണ് നമ്മുടെ സ്വന്തം മുകിൽ റാം സാറിന്റെ കൂടെ. സാറാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഈ ഒരു ജേർണിയെ തന്നെ ഗൈഡ് ചെയ്യുന്നത്. സോ കേട്ടോണ്ടേയിരിക്കൂ, ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മള് ഇന്ന് ഉയരയില് പറന്ന് നടക്കാൻ പോവാണ്. നമ്മോടൊപ്പം കൂടെയുള്ളത് അലയൻസ് ഫസ്റ്റ് ഓഫീസർ മുകിൽ റാം സാറാണ്. സാർ, നമുക്ക് നമ്മുടെ ഈ ഒരു പൈലറ്റ് എന്ന് പറയുന്ന മേഖലയിലേക്ക് വരാൻ കൊതിക്കുന്നവർക്ക് ഒരു അവയർനെസ് ഇന്നത്തെ ഉയരയിലൂടെ കൊടുക്കാം അല്ലേ? പ്ലീസ്, നമുക്ക് എവിഡന്റ് ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഉറപ്പായിട്ടും. അപ്പൊ നമ്മള് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, അതിലുപരി ആ ഒരു ഇൻഡിവിജ്വലിന് വേണ്ട ക്വാളിറ്റീസിനെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു. ഇനി CPL, അതായത് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം, അത് കിട്ടുക എന്ന് പറയുന്നത് അല്ലെ? സോ ബേസിക് ആയിട്ട് ഒരു പൈലറ്റിന് ഈ CPL കിട്ടുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ് സാർ? കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്, ആ നെയിം തന്നെ നമ്മൾ കൊമേഴ്ഷ്യൽ ആയിട്ട് റെമ്യൂണറേഷന് വേണ്ടി നമുക്ക് ഫ്ലൈ ചെയ്യാനുള്ള ലൈസൻസ് ആണ്. സോ ബേസിക്കലി നമ്മൾ DGCA എക്സാംസ് നമ്മൾ പാസ് ആവണം. 70% ആണ് പാസ് മാർക്ക്. സോ എവറി ഇയർ 4 times വിത്തിൻ എ സ്പാൻ ഓഫ് 3 months ഇന്റർവെൽ വെച്ചിട്ട് 4 തവണ DGCA എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഓൺ ഡിമാൻഡ് ആയിട്ട് നമ്മൾ എപ്പം പ്രിപ്പയർഡ് ആകുന്നോ ആ ഒരു സമയത്ത് നമുക്ക് എക്സാം കൊടുക്കാനുള്ള സാഹചര്യമുണ്ട്. സോ ഇതിന് നമുക്ക് പാസ്സാവേണ്ട പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എയർ നാവിഗേഷൻ, എയർ മെറ്റീരിയോളജി, ടെക്നിക്കൽ ജനറൽ, എയർ റെഗുലേഷൻസ്, പിന്നെ നമ്മൾ ഫ്ലൈ ചെയ്യുന്ന എയർക്രാഫ്റ്റിന്റെ സ്പെസിഫിക്കേഷന്റെ എക്സാം ടെക്നിക്കൽ സ്പെസിഫിക്, പിന്നെ ഒരു എക്സാം മിനിസ്ട്രി ഓഫ് IT സെൻട്രൽ ഗവൺമെന്റ് നമുക്ക് WPC വയർലെസ് പ്ലാനിങ് ആൻഡ് കോർഡിനേറ്റിംഗ് വിങ്ങിന്റെ RTR എന്ന് പറയുന്ന എക്സാം കൂടെ പാസ്സാവണം. അപ്പൊ ഇത് നമ്മുടെ അക്കാഡമിക് ആയിട്ട് നമ്മൾ ഇത്രയും എക്സാം പാസ്സാവണം. പ്ലസ് 200 hours നമുക്ക് ഫ്ലൈ ചെയ്യേണ്ടിയിരിക്കുന്നു, ഫ്ലൈങ് എക്സ്പീരിയൻസ്. സോ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ CPL കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പേപ്പേഴ്സും WPCയുടെ RTR എക്സാമും പാസ്സാവണം. പ്ലസ് 200 മണിക്കൂർ ഫ്ലൈ ചെയ്യാൻ വേണം. അപ്പൊ അതാണ് ബേസിക്കലി CPL എടുക്കാൻ്റെ ഒരു മാൻഡേറ്ററി റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ശരി. അതുപോലെ CPL കിട്ടാവുന്ന രീതിയാണ് നമ്മളിപ്പോ സംസാരിച്ചത് അല്ലേ? അതെ. അതിന്റെ കൂടെ നമ്മൾ ഇടയിൽ വന്നുപോയ ഒരാളാണ് DGCA, അതായത് നമ്മുടെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. എന്താണ് സാർ DGCA? ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഏവിയേഷന്റെ സേഫ്റ്റി റെഗുലേറ്ററി ബോർഡാണ്. സോ നമ്മുടെ സിവിൽ ഏവിയേഷനിൽ സേഫ്റ്റി ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്. സോ സേഫ്റ്റി എൻഷുർ ചെയ്യുന്നത് DGCA എന്ന് പറയുന്ന ഒരു ബോർഡാണ്. ഓക്കെ, അതിന്റെ കീഴിൽ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള വിങ് ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. സോ അത് ഓരോ സേഫ്റ്റി ഫീച്ചേഴ്സിനെ അവർ ഓഡിറ്റ് ചെയ്ത് അതിന്റെ സേഫ്റ്റി കൂട്ടാനും അതിൻ്റെ ആയിട്ടുള്ള റെക്കമെൻഡഡ് ആയിട്ടുള്ള പ്രാക്ടീസസ് തരാനും അവരാണ് ആ റെഗുലേറ്ററി ബോഡി DGCA എന്ന് പറയുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയിലാണ്. ഇനി സെക്യൂരിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം, നമുക്ക് എയർപോർട്ടിൽ തന്നെ CASF ഉണ്ട് നോർമലി എല്ലാ എയർപോർട്ടിലും. സോ അതിന് ബോർഡ് എന്ന് പറയുന്നത് BCAS ആണ്, ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി. സോ ഇത് 2 ബോർഡാണ് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന്റെ കീഴിൽ ഇന്ത്യൻ ഏവിയേഷനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. DGCA is primarily meant for safety. സെക്യൂരിറ്റി നമ്മൾ BCAS ആണ് തരുന്നത്. സേഫ്റ്റി റെഗുലേറ്ററി ബോഡി DGCA ആണ് അല്ലേ? ഇപ്പം ഓരോ പൈലറ്റ്സ് ഫ്ലൈ ചെയ്യുന്നതും അവരുടെ എല്ലാ ഡേറ്റാസും റെഗുലർലി മോണിറ്റർ ചെയ്യുന്നുണ്ട് DGCA. ഓക്കെ, ഓരോ എയർലൈൻസ് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഓരോ പൈലറ്റുമാരുടെ ട്രെയിനിങ് എങ്ങനെ നടക്കുന്നു മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മൾ ഫ്ലൈങ് ക്ലബിൽ എൻറോൾ ചെയ്യുന്ന സമയത്ത് കൂടെ നമ്മുടെ ഫ്ലൈറ്റ് ട്രെയിനിങ് പ്രോഗ്രസ് റിപ്പോർട്ട് അതുവരെ എല്ലാ തവണയും വാലിഡേറ്റ് ചെയ്യുന്നത് DGCയുടെ ഓഡിറ്റ് ചെയ്യുന്ന ആൾക്കാർ വന്നിട്ടാണ് അത് ഓഡിറ്റ് ചെയ്യുന്നതും. സോ DGCA പ്യോർലി ഒരു സേഫ്റ്റി റെഗുലേറ്ററി ബോഡിയാണ് ഇന്ത്യയിലെ. നമ്മുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഇത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം അല്ലെ? അതെ.
അപ്പോൾ പൈലറ്റ് ആവാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അറിയേണ്ടത് എന്നാണ് ഉയരയിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ഉയരെ ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മൾ അലയൻസ് എയറിന്റെ ഫസ്റ്റ് ഓഫീസർ മുകിൽ റാം TS സാർ ആണ് നമ്മോടൊപ്പം ഇന്ന് കൂടെയുള്ളത്. സാർ, ഒരു പൈലറ്റിന്റെ ആണെങ്കിലും എത്രത്തോളം റിസ്കി ആയിട്ടുള്ള, എത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജോലിയാണെന്ന് നമുക്കറിയാം. അതിൻ്റെ കൂടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ക്വാളിറ്റി, പേഷ്യൻസ് എന്ന് പറയുന്നത് വേണ്ടത്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നമ്മൾ എൻഷുർ ചെയ്യണം. ബാക്കിയുള്ള ഓരോരുത്തർക്കും, നമ്മുടെ കൂടെ ഫ്ലൈ ചെയ്യുന്ന ഓരോരുത്തർക്കും നമ്മുടെ കാര്യം മാത്രം നോക്കി പ്രയോറിറ്റി ഒരിക്കലും വെക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ കൂടെ ഫ്ലൈ ചെയ്യുന്നവരാണ് എപ്പോഴും നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും മുകളിൽ ഉണ്ടായിരിക്കേണ്ടത്, അല്ലേ? ഉറപ്പായിട്ടും. നമ്മുടെ ഈ കാണുന്ന ഓരോ ഇൻസിഡൻസും ആക്സിഡൻസും ഒക്കെ നമ്മൾ അതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കും. നല്ല DGC റിപ്പോർട്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ അവരുടെ ഓരോരുത്തരുടെ പേഴ്സണൽ അജണ്ട അല്ലെങ്കിൽ പേഴ്സണൽ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള മെന്റാലിറ്റി കോക്പിറ്റിനകത്ത് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് കോക്പിറ്റ് റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ക്രൂ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ നമ്മൾ ഫോളോ ചെയ്യും. അതായത് നമ്മളൊരു ലീഡർഷിപ്പ്, ക്യാപ്റ്റൻ ലീഡർഷിപ്പിൽ ഒരു ടീം വർക്ക് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ കോക്പിറ്റിന്റെ അകത്ത് ഫസ്റ്റ് ഓഫീസറും ക്യാപ്റ്റനും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. സോ എപ്പോഴും ആ ഒരു CRM, അതായത് ക്രൂ റിസോഴ്സ് മാനേജ്മെന്റ് ജിയോപാരഡൈസ് ചെയ്യുന്നോ ആ സമയത്ത് നമുക്ക് ആക്സിഡൻസും ഇൻസിഡൻസും ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. സോ ഇതിനെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് അവർ കറക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം സേഫ്റ്റി ബോർഡ് ആയിട്ടുള്ള DGCA അത് റിക്കറന്റ് ആയിട്ട് നമ്മളെ ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എല്ലാം ഡേ ബൈ ഡേ. ഇത് ഒരു വിത്തിൻ എ ടൈം സ്പാൻ നമ്മൾ മിക്ക അതർ കോഴ്സിലും കാണുന്നത് പോലെ ജസ്റ്റ് ഇപ്പം ഡോക്ടേഴ്സിന് ആയിക്കോട്ടെ ഒരു ഇയർലി ചെക്കപ്പ് അല്ലെങ്കിൽ അവരുടെ ബോർഡിന് മുന്നിൽ വരുമ്പോൾ മാത്രം വൈവ അങ്ങനെയൊന്നല്ല. എവറി സിംഗിൾ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് ഈസ് മോണിറ്റർഡ് ബൈ DGCA. നമ്മുടെ ഫുൾ ഈവൻ നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടി ഡെസ്പാച്ച് ഓഫീസിൽ പോകുന്ന സമയത്ത് സേഫ്റ്റിയുടെ കാര്യം ഞാൻ പറയുമ്പോൾ കൂടുതൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ബ്രീത്ത് അനലൈസർ ടെസ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ ആൽക്കഹോൾ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് തന്നെ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സേഫ്റ്റി ഫീച്ചറാണ്. സോ അത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യാത്ത ഒരു ദിവസം മറന്നു പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് നമ്മൾ പോസിറ്റീവ്ലി ആണെന്ന്, അതായത് നമ്മൾ ഡ്രങ്ക് ആയിട്ടാണ് പോയത്. ഉണ്ടെന്ന് നമ്മൾ ഒരിക്കലും അത് മറക്കാൻ പാടില്ല. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന പ്രോസസ് ഇതാണ്. ഓക്കെ, മനസ്സിലായി. അത് എത്രത്തോളം നമ്മുടെ സേഫ്റ്റി, അതായത് കൂടെ ഫ്ലൈ ചെയ്യുന്നവരുടെ സേഫ്റ്റി ഉറപ്പാക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ശരിക്കും കോൺഷ്യസ് ആണോ എന്നുള്ള രീതിയിൽ നമ്മളെ തന്നെ തെളിയിക്കുക എന്നുള്ളത്, അല്ലേ? എക്സാക്ട്ലി. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. മറന്നു കഴിഞ്ഞാൽ പണി കിട്ടും. മറന്നാലും പണിയാണ്. ബിക്കോസ് നമ്മള് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചർ DGCA മോഡുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലാണ് ഡെയിലി BA ചെയ്യുന്നത്. ബട്ട് നമ്മളിപ്പം ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിലൊക്കെ പോവുകയാണെങ്കിൽ കൂടെ അവിടെ റാൻഡം ആയിട്ടുള്ള ചെക്കപ്പേ ഉള്ളൂ. കാരണം അവിടെ അവരുടെ സോഷ്യൽ ലൈഫുമായിട്ട് ഇൻക്ലൂസീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ ആൽക്കഹോൾ യൂസേജ് ഒക്കെ. ബട്ട് സ്റ്റിൽ അവിടുത്തെ റെഗുലേറ്ററി ബോഡി എല്ലാ ദിവസവും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബട്ട് ഇന്ത്യ എന്നൊരു രാജ്യത്ത് DGCA ഈസ് സോ സ്ട്രോങ്, നമുക്ക് കുറെ ആക്സിഡൻറ്റ്സ് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു അവരുടെ പ്രോട്ടോകോൾ കാരണം. സോ നമ്മൾ എപ്പോഴും ആസ് എ പൈലറ്റ് നമ്മളും DGCയുടെ റൂൾ അബൈഡ് ചെയ്ത് നമ്മളും ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നാലും വെനെവർ യു ഫോളോ ഒരു SOP ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് എല്ലാ ദിവസവും ഒരു നോർമലായിട്ടൊരു ദിവസം ആയിരിക്കത്തില്ല. അടുത്തിടെ തന്നെ ഇവിടെ നമ്മള് ഒരു സ്റ്റോമിൽ തന്നെ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്നത് കണ്ടു. അപ്പം അവരുടെ കമ്പനി റെക്കമെൻഡ് ചെയ്ത പ്രാക്ടീസസ് അവർ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ DGCA ആ സേഫ്റ്റി എൻഷുർ ചെയ്തെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ അവരെ സ്ക്രൂ ചെയ്യത്തില്ല. ബട്ട് വെനെവർ ആ ഒരു SOP നമ്മൾ വയലേറ്റ് ചെയ്തു, ഈവൻ കമ്പനിയെ ഫേവർ ചെയ്യാനാണെങ്കിൽ കൂടെ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ റീസണിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും ഒരു വയലേഷൻ തന്നെയാണ്. സോ ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നത്, അസസ് ചെയ്യുന്നത് ഒരു ബോഡി, അത് DGCA ആണ്. ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോൾ ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ എപ്പോഴും ഈ ഒരു DGCA നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നടത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ പേടിക്കേണ്ട ഒരു ആവശ്യം വരില്ല. ഇല്ല, കാരണം ഈ ലൈസൻസസ് എല്ലാം ഇഷ്യൂ ചെയ്യുന്നതും DGCA ആണ്. സോ ഒരു കമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരു പൈലറ്റോ കമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരു ക്യാബിൻ ക്രൂവിനെയൊക്കെ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന DGCA ആണ്. സോ
അവരുടെ ട്രെയിനിങ്ങും അവരുടെ പെർഫോമൻസും വാലിഡേറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ലൈസൻസ് കൊടുക്കത്തുള്ളൂ. ഓക്കെ സാർ. ഓക്കെ. ആ ഒരു എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട്. ഉറപ്പായിട്ടും. അപ്പോൾ ഈ ഒരു റെസ്പോൺസിബിലിറ്റിയോട് കൂടെ തന്നെ നമ്മുടെ ഉയരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. പക്ഷേ പാട്ടുകൾ നിർബന്ധമാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. പറക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മൾ പൈലറ്റ് ആവാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഉയരയിലൂടെ അറിയാനായിട്ട് പോകുന്നത്. കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഷെയർ ചെയ്യാൻ നമ്മോടൊപ്പം ഉണ്ട് ഒരു എക്സ്പേർട്ട്, അലയൻസ് എയറിന്റെ ഫസ്റ്റ് ഓഫീസർ മുകിൽ റാം TS. മുകിൽ സാർ, നമ്മൾ എന്താണ് മൊത്തത്തിൽ എയർലൈനുമായി ബന്ധപ്പെട്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടുവരുന്ന സമയമാണല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു സമയത്ത് ഓരോ വിദ്യാർത്ഥിക്കുള്ള ഒരു മെയിൻ ഡൗട്ട് തന്നെയായിരിക്കും എയർലൈൻ പൈലറ്റ് ആകുന്നതിനുള്ള വഴികൾ. ഡിഫറെന്റ് വേസ് ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ഏതൊക്കെയാണ് വഴികൾ, ഏത് വഴികളിലൂടെയാണ് ഓരോരുത്തരും പോകേണ്ടത് എന്ന് ഓരോ കുട്ടിക്കും ചിലപ്പോൾ ഡൗട്ട്സ് ഉണ്ടായിരിക്കും. സോ സാർ, നമുക്കതൊന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ. എയർലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഇന്ത്യയിൽ തന്നെ പ്രോമിനന്റ് ആയിട്ടുള്ള എയർലൈൻസ് ആണ് ഇൻഡിഗോ, എയർ ഇന്ത്യ. ഇപ്പം ഈ രണ്ട് എയർലൈൻസ് ആണ്. പിന്നെ അക്കാസ, ഇവരൊക്കെ ലീഡിങ് എയർലൈൻസ് ആണ് ഇന്ത്യയിൽ തന്നെ. സോ ഫ്രഷേഴ്സിന് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതും ഇന്ത്യയിൽ തന്നെയാണ്. സോ CPL നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് എയർലൈൻസിന്റെ എക്സാംസ് അവർ നടത്തും. അതായത് അവരുടെ കമ്പനിയുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഒരു ടിപ്പിക്കൽ ഫ്ലീറ്റിന് വേണ്ടിയിട്ട്, സപ്പോസ് ബോയിങ് 737 ആയിരിക്കാം, A320 ഫ്ലീറ്റിലേക്ക് ആയിരിക്കാം, ഇപ്പൊ ഞാൻ ഫ്ലൈ ചെയ്യുന്ന ATR ഫ്ലീറ്റിലേക്ക് ആയിരിക്കാം. എക്സാംസ് അവർ കണ്ടക്ട് ചെയ്യും. നമ്മൾ എക്സാം CPL ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ എക്സാംസ് എഴുതുക, അവരുടെ ഇന്റർവ്യൂ സ്റ്റേജ് പാസ്സാവുക, പിന്നെ സൈക്കോമെട്രി ടെസ്റ്റ് ഉണ്ടാവും, CAS എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ടാവും. ബേസിക്കലി നമ്മുടെ എയർക്രാഫ്റ്റിന്റെ ഹാൻഡ്ലിംഗ് എങ്ങനെ നമ്മൾ ചെയ്യുന്നു എന്നനുസരിച്ചിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ 4 സ്റ്റേജ് ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എയർലൈൻസിലേക്ക് ഇൻഡക്റ്റഡ് ആവുന്നത്. സോ CPL കഴിയുന്ന കോസ്റ്റും അതിനുശേഷം എയർലൈനിന്റെ ട്രെയിനിങ് ഫീസും നമ്മൾ തന്നെയാണ് പേ ചെയ്യേണ്ടത്. സോ ഇതാണ് ഒരു കൺവെൻഷണൽ CPL എൻട്രി ഫോർ ബിക്കമിങ് എൻ എയർലൈൻ പൈലറ്റ്. കൺവെൻഷണൽ CPL വെച്ചിട്ട് എയർലൈനിൽ എങ്ങനെ നമ്മൾ ജോലി നേടുന്നു ആസ് എ ഫസ്റ്റ് ഓഫീസർ. ഫസ്റ്റ് ഓഫീസർ എന്ന് വെച്ചാൽ റൈറ്റ് ഹാൻഡ് സീറ്റിലിരുന്ന് ഫ്ലൈ ചെയ്യുന്ന പൈലറ്റ്. ഓക്കെ. അത് പറയുമ്പോ തന്നെ നമുക്കൊരു ഗൂസ് ബംസ് വരും. എത്രയും റിസ്കി ആയിട്ടുള്ള ജോബ് ആണെങ്കിലും അത്രയും ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും ശരിക്കും, അല്ലേ? അതെ 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 അതെ. യെസ്. അപ്പോ അത്തരത്തിലുള്ള കുട്ടികൾക്ക് മാത്രമേ ഇത് ചെയ്യാനും പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, പേഷ്യൻസും പെർസിവറൻസും നമുക്ക് അത് വേണം. നമുക്കത് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു ഫീൽഡിൽ നമ്മളത് മോസ്റ്റ്ലി നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടും. ഇപ്പം അത്രയും പാഷനേറ്റ് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ മുന്നോട്ട് പോകാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അവരുടെ ചിറകങ്ങോട്ട് പറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? ഉറപ്പായിട്ടും. ഇന്ന് പറക്കാൻ തന്നെ പോവാണ് നമ്മുടെ സ്വന്തം മുകിൽ റാം സാറിന്റെ കൂടെ. സാറാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഈ ഒരു ജേർണിയെ തന്നെ ഗൈഡ് ചെയ്യുന്നത്. സോ കേട്ടോണ്ടേയിരിക്കൂ ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മൾ പൈലറ്റ് ആവാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഉയരയിലൂടെ അറിയാനായിട്ട് പോകുന്നത്. കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഷെയർ ചെയ്യാൻ നമ്മോടൊപ്പം ഉണ്ട് ഒരു എക്സ്പേർട്ട്, അലയൻസ് എയറിന്റെ ഫസ്റ്റ് ഓഫീസർ മുകിൽ റാം TS. ഓ സർ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നിങ്ങൾക്ക് ഓരോ ദിവസവും ഫ്ലൈ ചെയ്യുമ്പോൾ ഓരോ എക്സ്പീരിയൻസ് ആവുമെന്നറിയാം, പക്ഷെ ആദ്യമായിട്ട് ഫ്ലൈ ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റ് സാറിനുണ്ടോ ഓരോ ദിവസവും? ഓരോ ദിവസം അതുള്ളതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഏത് ഷെഡ്യൂൾ ആണെങ്കിൽ കൂടെ നമ്മൾ അതിന് പ്രിപ്പയർ ആയിട്ട് നമ്മൾ പോകുന്നത് തന്നെ. നമ്മൾ ആ ഒരു എന്തൂസിയാസം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. നമുക്ക് ഒരു ഫയർ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ഇന്നലത്തെക്കാട്ടിലും മികച്ചത് ചെയ്യാൻ പറ്റണം. അറ്റ്ലീസ്റ്റ് നമ്മുടെ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ കൂടെ എല്ലാ ദിവസവും നമുക്ക് കിട്ടുന്ന ചാലഞ്ചസും
വ്യത്യാസമായിരിക്കും. ഉദാഹരണത്തിന് നമുക്ക് ഇപ്പം കാലാവസ്ഥയുടെ ചലഞ്ചസ് ഉണ്ടാവാം. ഓക്കെ, നമുക്ക് ഡിമാൻഡ് ചെയ്യുന്ന ടൈം ലിമിറ്റേഷൻസ് ഉണ്ടാവാം. നമ്മൾ കൂടെ ഫ്ലൈ ചെയ്യുന്ന ക്യാപ്റ്റൻസ് അവര് വേറെ ഫ്ലീറ്റ് വേറെ ഒരു ബേസിൽ നിന്ന് വന്നതായിരിക്കാം. സപ്പോസ് ഞങ്ങളുടെ കമ്പനിയാണെങ്കിൽ അതർ ബേസിൽ നിന്ന് ക്യാപ്റ്റൻസ് ഞാൻ ഫ്ലൈ ചെയ്യുന്ന ബാംഗ്ലൂർ ബേസിൽ വരും. സോ നമ്മൾ ഓരോ ദിവസവും അവരെയും കൂടെ നമുക്ക് ഇപ്പൊ അവർ എക്സ്പീരിയൻസ് ആണെങ്കിൽ കൂടെ ചില എയർഫീൽഡ്സിന് അവർക്ക് നമ്മുടെ അത്രയും എക്സ്പീരിയൻസ് ഉണ്ടാവത്തില്ല. അപ്പം വി ഷുഡ് ബി പ്രിപ്പയർഡ്. അവർക്ക് എന്ത് ക്വസ്റ്റ്യൻസും ക്വയറി വന്നാലും നമ്മൾ അത്രയും ക്ലിയർ ചെയ്യണം. സോ എവറി ഡേ നമ്മുടെ അടുത്ത് പുട്ട് ഓൺ ചെയ്യുന്ന ആ ചാലഞ്ചസ് ഡിഫറെന്റ് ആണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും നമ്മൾ പോകാനുള്ള ആ ഒരു ഫയർ ഇറ്റ് ഈസ് ഡിഫറെന്റ്. അപ്പോൾ ചാലഞ്ചസ് നമുക്ക് കിട്ടുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. സോ നമ്മൾ പാഷനേറ്റ് ആയിട്ട് ഒരാൾക്ക് മാത്രമേ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് 100% ആയിട്ട് ഞാൻ ഉറപ്പ് തരാം. അപ്പം അല്ലാത്തൊരാളാണെങ്കിൽ ഒബ്വിയസ്ലി there would be reason for him to quit. നമ്മൾ ഈ എടുക്കുന്ന ഈ പാസഞ്ചേഴ്സിന്റെ അത്രയും റെസ്പോൺസിബിലിറ്റി നമ്മുടേതാണ്. നമ്മള് ഈവൻ ഈ കോക്പിറ്റിൽ തന്നെ 2 പേര് ഫോളോ ചെയ്യുന്ന SOP നമ്മുടെ DGCA റെക്കമെൻഡഡ് ആയിട്ടുള്ള കമ്പനി പ്രൊസീജിയേഴ്സ് ആയിരിക്കും. സോ ഈ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ ചെക്ക് ചെയ്യുന്നതാണ് ബേസിക്കലി ഫ്ലൈങ് വരുന്നത്. സോ അതില് എറർ വരിക എന്നുള്ളത് ഏതൊരു സംഭവം ഹാസ് ടു വയലേറ്റ് SOP. ബട്ട് അതിന് തന്നെ ഇവിടെ ഇപ്പം ഇൻസിഡൻസ് ആക്സിഡൻസ് ഉണ്ടായതിനു ശേഷം കൂടുതൽ ആയിട്ട് നമുക്ക് ലൗഡ് ആവേണ്ടിയിരിക്കുന്നു കോക്പിറ്റിൽ. ഇഫ് സംബഡി ഈസ് ഡൂയിങ് സംതിങ് റോങ് യു ഹാവ് ടു കോൾ ഔട്ട്, ടേക്ക് ദ കൺട്രോൾസ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ടേക്ക് ഓവർ ചെയ്യണം. അതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ഒരു ക്യാപ്റ്റൻ ആണെങ്കിലും ഫസ്റ്റ് ഓഫീസർ ആണെങ്കിലും 2 പേർക്കും ഡിഫറെന്റ് ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷെ ബോത്ത് ആർ റെസ്പോൺസിബിൾ ടു get the aircraft safely back on ground. അതുകൊണ്ടാണ് റിഗറസ് ആയിട്ടുള്ള ട്രെയിനിങ് 6 മാസം. ഒരു എയർലൈൻ പൈലറ്റ് ആണെങ്കിൽ എല്ലാ 6 മാസവും നമ്മൾ ട്രെയിനിങ് ചെയ്യണം. ആ റിഗറസ് ആയിട്ടുള്ള ട്രെയിനിങ് നമ്മൾ അണ്ടർഗോ ചെയ്ത് അതിൽ പ്രൊഫഷ്യൻസിയിൽ ഫെയിലും പാസും ഉണ്ട്. സോ എവറി 6 months യു അണ്ടർഗോ പൈലറ്റ് പ്രൊഫഷ്യൻസി ചെക്ക്. സോ ഇത് നമ്മൾ പഠിച്ചിട്ട് അവിടെ വിടുകയല്ല. ആ സർട്ടൺ എയർക്രാഫ്റ്റിൽ നമ്മൾ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാ 6 മാസവും നമ്മളുടെ പ്രൊഫഷ്യൻസി ടെസ്റ്റ് നമ്മൾ പാസ്സായാൽ മാത്രമേ നെക്സ്റ്റ് ഡേ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റൂ. ശരി, ഓക്കെ. അപ്പോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അപ്ഡേറ്റഡ് കൂടി ആയിരിക്കണം ഈ ഒരു മേഖലയില്. ഒബ്വിയസ്ലി യെസ്. നമ്മള് ഇപ്പൊ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടില് പപ്പ അല്ലെങ്കിൽ അമ്മ അവർക്ക് 60 years 55 years അങ്ങനെ വയസ്സ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പൊ നമ്മൾ അവരെ കൂടെ വണ്ടി ഓടിച്ച് പോകുന്ന ഒരു സാഹചര്യം ആലോചിക്കുക. അവരുടെ ഏജ് വെച്ചിട്ട് അവർക്ക് ചിലപ്പോൾ റിഫ്ലെക്സസ് കുറവായിരിക്കും, നമ്മുടെ ഇൻപുട്സ് വേണ്ടി വരും. ബട്ട് ഇവിടെ നമ്മൾ ഫ്ലൈ ചെയ്യുന്ന ക്യാപ്റ്റൻസ് 55 to 60 years ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ബട്ട് അവരുടെ ഏജ് ഒരു നമ്പറാണ്. അവർ അത്രയും കോമ്പീറ്റന്റ് ആണ് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. 60 വയസ്സായ ഒരാൾ കൂടെ നമ്മുടെ നോർമലായിട്ട് ജീവിക്കുന്ന ആളെക്കാട്ടിലും കൂടുതൽ കോമ്പീറ്റന്റ് ആയിട്ട് ഉള്ള ആൾക്കാരായിരിക്കും നമ്മുടെ കൂടെ ഇരിക്കുന്നത്. സോ ആ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആണ്. ഉറപ്പായിട്ടും. ഇന്ന് നമ്മുടെ ഉയരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്, പക്ഷേ പാട്ടുകൾ നിർബന്ധമാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മൾ ഇന്ന് പൈലറ്റ് ആവാൻ വേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അലയൻസ് എയറിന്റെ ഫസ്റ്റ് ഓഫീസർ മുകിൽ റാം സാറാണ് നമ്മോടൊപ്പം കൂടെയുള്ളത്. സാർ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു മറക്കാനാവാത്ത എക്സ്പീരിയൻസ് സാറിന്റെ ഇത്രയും നാളത്തെ ഒരു പ്രൊഫഷണല്, ഐ മീൻ ഇത്രയും നാളത്തെ ഒരു സർവീസിൽ സാറ് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതെ, ഇപ്പം എക്സ്പീരിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഉണ്ടായ ഹഡിൽസ് ആണോ അതോ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ആണോ? ഹഡിൽസ് എന്തായാലും നമ്മൾ എല്ലാവരും ഫേസ് ചെയ്ത് വരുന്നതാണ്. എങ്കിലും ഹാപ്പിനെസ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒരു സ്പെഷ്യൽ ആയിരിക്കുമല്ലോ, സംതിങ് സ്പെഷ്യൽ. സോ ഹാപ്പി ആയിട്ടുള്ള തന്നെ ആയിക്കോട്ടെ. ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഈ എയർലൈനിൽ ട്രെയിൻ ചെയ്ത എന്റെ ഇൻസ്ട്രക്ടർ, പുള്ളിക്കാരൻ ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പൈലറ്റ്സിനെ റിലീസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ട്രെയിനിങ് കഴിഞ്ഞ് നമ്മളെ ചെക്ക് ചെയ്ത് ഓൺലൈൻ റിലീസ് ചെയ്യുന്ന ക്യാപ്റ്റൻസ്. സോ ദേ ആർ മോർ എക്സ്പീരിയൻസ്, അത്രയും കാലിബർ ഉള്ള ആളാണ്. സോ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ കിട്ടി. അതായത് പിന്നെയാണ് ഞാൻ അറിയുന്നത് അത് നമുക്ക്
അങ്ങനെ പോകേണ്ട ഒരു ഫ്ലൈറ്റ് ആയിരുന്നു. അതായത് ലക്ഷദ്വീപിൽ കുറച്ച് ദിവസമായിട്ട് വെതർ പ്രോബ്ലം ആയിട്ട് 4 ദിവസമായിട്ട് പീപ്പിൾസ് അവിടെ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ഇല്ലാതെ, കടൽ മാർഗവും സഞ്ചരിക്കാൻ പറ്റാതെ അവര് അവിടെ ഐസൊലേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അവരെ ഇപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആയതുകൊണ്ട് MP വഴിയുള്ള പ്രഷർ കാരണം വി ഹാഡ് ടു ഓപ്പറേറ്റ്. അപ്പം കാരണം അതൊരു എന്താ പറയാ, ആൾക്കാരെ തിരിച്ച് കൊച്ചിയിലേക്ക് കൊണ്ടുവരാനും കൊച്ചിയിൽ നിന്നുള്ള ആൾക്കാരെ ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പം ആ സമയത്ത് ഞങ്ങൾക്ക് നോർമലി ചെയ്യുന്നതിനെക്കാട്ടില് റുട്ടീനായിട്ട് 2 ഫ്ലൈറ്റ് എക്സ്ട്രാ ചെയ്യേണ്ടി വന്നു. അപ്പം എന്നെ ട്രെയിൻ ചെയ്ത ഇൻസ്ട്രക്ടർ തന്നെ എന്നെ ചൂസ് ചെയ്തു. അതെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുള്ള ഒരു നിമിഷമായിരുന്നു. കാരണം അന്ന് ഭയങ്കര വെതർ മോശമായിരുന്നു. എന്നിട്ട് പുള്ളിക്കാരനുള്ള വിശ്വാസം കൊണ്ടാണ് പുള്ളിക്കാരൻ അത് ചൂസ് ചെയ്തത്. അപ്പം അത് എന്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ് ആണ്. ഓക്കെ സാർ, നമ്മൾ എന്തായാലും ഈ മറക്കാനാവാത്ത കാര്യം പറഞ്ഞ സമയത്താണ് സാർ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ചെറുപ്പം തൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നോ? ചെറുപ്പത്തിലെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതൊരു വേറെ ഫീൽഡെന്ന് ഞാൻ പറയാൻ പറ്റത്തില്ല, വേറൊരു മേഖലയിലായിരുന്നു. ഞാൻ പഠിച്ചതൊക്കെ സൈനിക് സ്കൂളിലായിരുന്നു, കഴക്കൂട്ടത്ത്. അപ്പൊ ആ സമയത്ത് എന്റെ കൂടെ പഠിച്ചവരും, അതായത് എല്ലാവരും ആർമി നേവി ആസ്പിറന്റ് ആയിരുന്നു. ഞാനും എയർഫോഴ്സിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് UPSC ഫസ്റ്റ് ടൈം ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പം എന്റെ ഫാമിലി പറഞ്ഞു ഡിഫൻസിലോട്ടൊന്നും പോകണ്ട, റിസ്കി ആയതുകൊണ്ട് ഒബ്വിയസ്ലി നമ്മുടെ മലയാളികളുടെ ചോയ്സ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗും മെഡിസിനും എൻട്രൻസ് കോച്ചിങ്ങിന് പോകാൻ പറഞ്ഞു. അപ്പം എന്റെ ചേട്ടൻ, പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് പൈലറ്റാണ് ആഗ്രഹിച്ചതായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇങ്ങനെ ട്രൈ ചെയ്, അതായത് ഫ്ലൈയിങ് ക്ലബിൽ അഡ്മിഷന് വേണ്ടി ട്രൈ ചെയ്, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പം പുള്ളി അന്ന് വേറൊരു കരിയറിലോട്ട് പോവാ, നോട്ടിക്കൽ സയൻസ് പഠിക്കാൻ പോകുന്ന സമയത്ത് എന്നെ കൊണ്ട് ഈ ഫ്ലൈയിങ് ക്ലബില് ആപ്ലിക്കേഷൻ എടുപ്പിച്ചു. അങ്ങനെ ഇതും ഫ്ലൈയിങ് ആണ് എന്ന് എന്നെ കൺവിൻസ് ചെയ്തു പുള്ളി. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഡിഫൻസിന്റെ റിസ്കിനേക്കാളും വേറൊരു ടൈപ്പ് ഓഫ് റിസ്ക് നമ്മൾ എടുത്തല്ലേ പ്രൊഫഷനായിട്ട്? ഒബ്വിയസ്ലി ഡിഫൻസിലെ റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പേഴ്സണൽ റിസ്ക് ആണ്. പക്ഷെ ഇവിടെ നമ്മള് എപ്പോഴും നമ്മള് ക്ലിയറൻസ് നമ്മള് ATC എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മള് പേഴ്സൺസ് ഓൺ ബോർഡ് പറയും. അതായത് പേഴ്സൺസ് ഈ ഒരു സിറ്റുവേഷനിൽ മേ ബി ഇപ്പം ഇന്ന് പോകുന്ന ഫ്ലൈറ്റിന് പേഴ്സൺസ് ഓൺ ബോർഡ് 120 പാസഞ്ചേഴ്സ് ഓൺ ബോർഡ് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മൊത്തം പാസഞ്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. അതെ അതെ, തീർച്ചയായിട്ടും. അതേപോലെ ടോട്ടലി റിസ്ക് ആയിട്ടുള്ള ഫീൽഡിലാണ് നമ്മൾ എത്തിപ്പെട്ടത്. റിസ്ക് പേടിച്ചിട്ടാണ് നമ്മൾ വന്നത്, പക്ഷെ അതിന്റെ ഡബിൾ റിസ്ക് എടുത്തല്ലേ? ഡബിൾ റിസ്ക് ഇവിടെ ഉണ്ട്. അതെ അതെ അതെ. സോ നമ്മൾ എന്താ പറയാ, നമ്മള് പൗലോകൊയ്ലോയുടെ വാക്കുകൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം ഭൂമിയിലെ എല്ലാ സർക്കംസ്റ്റാൻസസും അത് കൂടുന്ന തരും എന്ന് പറയുന്നത് പോലെ ഇവിടെ നമ്മൾ ആഗ്രഹിച്ചത് ഡിഫൻസിലെ ഒരു പൈലറ്റ് ആവണമെന്നാണ്. ബട്ട് ഇൻ എ വേ ഡിഫൻസിലുള്ള ആൾക്കാരും അവരുടെ ടൈം പീരീഡ് കഴിഞ്ഞിട്ട് സിവിൽ ഏവിയേഷനിലോട്ട് വരുന്നത്. സോ ഞാൻ കുറച്ച് മുന്നേ എത്തി. അപ്പൊ ഞാൻ സെയിം എൻ്റെ ഒരു ട്രെയിനറായിട്ടുള്ള ഡിഫൻസ് പൈലറ്റിന്റെ അടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്യായിരുന്നു, സാർ എനിക്ക് ഡിഫൻസ് പൈലറ്റ് ആവണം എന്നായിരുന്നു ആഗ്രഹം. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു യു ആർ ഇൻ എ ബെറ്റർ പ്ലേസ്, ബിക്കോസ് അവിടെ ഉള്ളവരും ഒരുപാട് ആഗ്രഹിക്കുന്നു ഇങ്ങോട്ട് വരണമെന്ന്. ഫോർ ദം ഫാമിലി ഇന്ന് മാറി നിൽക്കേണ്ടി വരുന്നു, അവരുടെ ഫാമിലി ലൈഫ്, അതായത് അവരുടെ ഇപ്പം റീജിയണൽ ആയിട്ടുള്ള അടുത്തൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഫാമിലിയെ കൊണ്ടുപോകാം. ബട്ട് റിമോട്ടുള്ള പ്ലേസസിന് ഫാമിലിയോട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ അവരുടെ ഷോർട്ട് സർവീസ് കമ്മീഷൻ ആയിക്കോട്ടെ, ലോങ് ടേം സർവീസ് കമ്മീഷൻ ആയിക്കോട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഒബ്വിയസ്ലി അവർ സെക്കൻഡ് ചോയ്സ് എന്ന് പറയുന്നത് സിവിൽ ഏവിയേഷനിലേക്ക് വരണമെന്നാണ്. സോ ഇൻ എ വേ ഞാൻ ആഗ്രഹിച്ചത് ഫ്ലൈങ് തന്നെയായിരുന്നു. അത് ഈ രീതിയിൽ എനിക്ക് കിട്ടിയെന്ന് മാത്രം. ഐ എം ഹാപ്പി ആൻഡ് താങ്ക്ഫുൾ ടു ഗോഡ് ഓൾവേസ്. യെസ്, അപ്പോൾ സാറിന്റെ സൂപ്പർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഇനിയും നമുക്ക് കിട്ടട്ടെ സാറിന്റെ ഫ്ലൈങ്ങിലൂടെ എന്നും കൂടി വിഷ് ചെയ്തിട്ട് നമ്മൾ ഒരു പാട്ടിലേക്ക് പോയാലോ? ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് സഖ്യക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് തന്നെയാണ്. ഇന്ന് നമ്മൾ പൈലറ്റ് ആവാൻ വേണ്ട വഴികളിലൂടെ ഇങ്ങനെ പറന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു മേഖലയെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തരാൻ അലയൻസ് എയറിന്റെ ഫസ്റ്റ് ഓഫീസർ മുഖിൽ റാം സാർ കൂടെ തന്നെയുണ്ട്. മുഖിൽ സാർ, നമ്മൾ സാറിന്റെ ഒരു കിടിലൻ എക്സ്പീരിയൻസ് ഒക്കെ കേട്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ എല്ലാവരും ഇപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന കുറേ അധികം ആളുകൾ ഉണ്ടാവും. പക്ഷേ അവർക്ക് ഈ ഒരു കോഴ്സിന്റെ എക്സ്പെൻസുകൾ കാരണം ചിലപ്പോൾ ഒരു തടസ്സം അനുഭവപ്പെടേണ്ടി വരും. കുറേ പേർക്ക് ഒരു ബാരിയർ ആയിട്ട് ഈ ഒരു
കോസ്റ്റ് എന്ന് പറയുന്ന ഫാക്ടർ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരു കോഴ്സിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടാവും കോസ്റ്റ് അറിയാൻ ഈ ഒരു കോഴ്സിന്റെ. സോ എങ്ങനെയാണ് വരുന്നത് സാർ എക്സ്പെൻസ്? ഇപ്പൊ ഞാൻ കോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 രീതിയിൽ CPL നമുക്ക് ചെയ്യാം. ഇപ്പം ഇൻഡിഗോ പോലുള്ള കമ്പനിയായിട്ട് അവർക്ക് കാഡറ്റ് പ്രോഗ്രാം ഉണ്ട്. കൺവെൻഷണൽ ആയിട്ട് നമുക്ക് CPL ചെയ്യാം. സോ കാഡറ്റ് പ്രോഗ്രാം ചെയ്യുമ്പോൾ കൺവെൻഷണൽ ആയിട്ട് ചെയ്യാം. സോ അത് ഞാൻ കൺവെൻഷണൽ ആയിട്ടുള്ള CPL എക്സ്പെൻഡിച്ചർ പറയാം. നോർമലി ഇപ്പം CPL കൺവെൻഷണൽ ആയിട്ടുള്ള ഫ്ലൈങ് ക്ലബ്സ് ചാർജ് ചെയ്യുന്നത് 30 to 40 lakhs ആണ്. അത് ഇന്ത്യയിലാണെങ്കിൽ എബ്രോഡ് ആണെങ്കിൽ കുറച്ചുകൂടെ പൈസ കുറഞ്ഞു കിട്ടും. സോ എബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്നവർ മാൻഡേറ്ററി ആയിട്ടുള്ള DGCAയുടെ പേപ്പേഴ്സ് ആയിട്ട് ക്ലിയർ ചെയ്തിട്ട് എബ്രോഡ് പോയി ഫ്ലൈ ചെയ്ത് വന്ന് ഇവിടെ കൺവേർട്ട് ചെയ്ത് ഇവിടുത്തെ ജോലിക്ക് അപ്ലൈ ചെയ്യാം. സോ അതിന് മാക്സിമം എല്ലാം കൂടെ കോസ്റ്റ് ഒരു 30 to 40 lakhs ആണ് വരുന്നത് CPL എടുക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഇനി അതിനുശേഷം ഞാൻ ചെയ്ത പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CPL കഴിഞ്ഞതിന് ശേഷം ടൈപ്പ് റൈറ്റിംഗ് ചെയ്തത്. ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലൈ ചെയ്യുന്ന എയർക്രാഫ്റ്റിന്റെ സിമുലേറ്റർ ട്രെയിനിങ് ആണ്. ആ ട്രെയിനിങ് നമ്മൾ ആ എയർലൈനിൽ ആ വേക്കൻസി ഉണ്ടെന്ന് നമുക്ക് അഡ്വർടൈസ്മെന്റ് വന്നു. സോ അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഈ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് ഒക്കെ നമ്മൾ ബെയർ ചെയ്യേണ്ടത്. സോ ATR 72-600 എന്ന എയർക്രാഫ്റ്റ് ആണ് ഞാൻ ഫ്ലൈ ചെയ്യുന്നത്. സോ അതിന്റെ ടൈപ്പ് റൈറ്റിംഗ് ചെയ്ത് അതിന്റെ കോസ്റ്റ് ഒരു 20 lakhs ആവും. സോ ടോട്ടലി കൺവെൻഷനലി CPL ചെയ്യുന്ന ഒരു കുട്ടിക്ക് എക്സ്പെൻഡിച്ചർ 60 lakhs ആണ്. ഈ 60 lakhs നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ ഇപ്പം കിട്ടുന്നുണ്ട്. ഞാൻ പഠിച്ച സമയത്ത് എഡ്യൂക്കേഷൻ ലോൺ അല്ല, പ്രൊഫഷണൽ ലോൺ ആയിട്ടാണ് ബാങ്കുകൾ തന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മളുടെ ഗവൺമെന്റ് ഫ്ലൈങ് ക്ലബ്സിൽ ഗവൺമെന്റ് ബേസ്ഡ് റിസർവേഷൻ കാറ്റഗറിയിലുള്ള പിള്ളേർക്ക് സ്കോളർഷിപ്പും കിട്ടുന്നുണ്ട്. SC, ST ആൻഡ് OEC. പിന്നെ കേരള ഫ്ലൈങ് ക്ലബിൽ തന്നെ, ട്രിവാൻഡ്രത്തിൽ ഫ്ലൈങ് ക്ലബിൽ തന്നെ ജനറൽ കാറ്റഗറിയിലുള്ള ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന പിള്ളേർക്കും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഹെൽപ്പ് കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ് ഓഫ് കേരള. സോ ഒരു സ്ഥലത്തും നിങ്ങൾക്ക് ഫിനാൻസ് കാരണം തടസ്സം ഉണ്ടെങ്കിൽ കൂടെ പല വഴികൾ ഓപ്പൺ ആയി വരാം. ഇഫ് യു ഗോ ഫോർവേഡ്, നമ്മൾ അത് കാരണം അടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്നും നമ്മളിലേക്ക് എത്തത്തില്ല. നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ കോഴ്സ് ചെയ്യുന്ന സമയത്ത് ഐ ഹാഡ് ടു ഡു പാർട്ട് ടൈം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പല ജോലികളും നമുക്ക് നമ്മുടെ പോക്കറ്റ് മണിക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം കോഴ്സ് കഴിഞ്ഞ് ഇപ്പം ഞാൻ പറഞ്ഞു ചെറിയ ചെറിയ ജോലികൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഫ്ലൈങ് സ്കൂളിൽ തന്നെ ഗ്രൗണ്ട് ഇൻസ്ട്രക്ടർ ആയിട്ട് ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ബട്ട് അതൊക്കെ നമ്മുടെ ഈ ഡ്രീമിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ്. ഇന്ത്യൻ നമ്മൾ ആ റൈറ്റ് ഹാൻഡ് സീറ്റിൽ ഇരുന്ന് നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ ഡ്രീം അച്ചീവ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറെ സ്റ്റെപ്സ് നമുക്ക് എടുക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ പേഷ്യൻസ് 100%. അതിന് പേഷ്യൻസ് ഇല്ലാതെ നമുക്ക് ഈ ഫീൽഡിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. യെസ്, ഇപ്പോ ഏതൊരാളുടെ ഡ്രീമും ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. പക്ഷെ ആ ഡ്രീമിലേക്ക് എത്തിപ്പെടാൻ നമ്മള് ചെറിയ ഊടുവഴിയോ അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് കട്ടോ അത്ര സിമ്പിൾ ആയിരിക്കില്ല. ആ ഒരു വഴി ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അവസാനം നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് കയ്യിൽ തന്നെ ഉണ്ടാവും, അല്ലേ? ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി. യെസ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കൺവെൻഷനലി CPL എടുക്കുന്ന കാര്യം പറഞ്ഞു. കൺവെൻഷനലി അല്ലാതെ കാഡറ്റ് പ്രോഗ്രാമിന്റെ പ്രൈസ് എക്സ്പെൻസീവ് ആണ്. അതായത് അതിൽ പക്ഷെ ജോബ് അഷ്യൂർഡ് ആണ്. നമ്മൾ CPL ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളുടെ മോസ്റ്റ്ലി ഇൻഡിഗോ ആണ് കാഡറ്റ് പ്രോഗ്രാം ഇപ്പൊ കണ്ടക്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ. അപ്പൊ അവരുടെ ഇന്റർവ്യൂവും 12 സ്റ്റാൻഡേർഡ് ബേസ് ആയിട്ടുള്ള ഇന്റർവ്യൂവും ബാക്കിയുള്ള കാര്യങ്ങളും സ്ക്രീനിങ് പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻഡിഗോ സ്പോൺസേർഡ് ആയിട്ട് നമ്മൾ CPL ചെയ്യുന്നു, ടൈപ്പ് റൈറ്റിംഗ് ചെയ്യുന്നു, നമ്മൾ ഇൻഡിഗോയിൽ തന്നെ ജോയിൻ ചെയ്യുന്നു. പക്ഷെ ഇത് ഓൾറെഡി ജോബ് അഷ്വേർഡ് ആയിട്ട് ട്രെയിനിങ് ചെയ്യുകയാണ്. കൺവെൻഷനലി ചെയ്യുമ്പോൾ നമ്മൾ ജോബ് അഷ്വേർഡ് അല്ല, നമ്മൾ CPL എടുത്തതിന് ശേഷം നമ്മൾ ജോലി തിരഞ്ഞു പോവുകയാണ്. ബട്ട് കാഡറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ഒരു എയർലൈനിന്റെ കീഴിൽ നിന്നിട്ട് തന്നെ നമ്മൾ അവരുടെ കാഡറ്റ് ആയിട്ട് നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നു. ബട്ട് അതിന് കുറച്ച് എക്സ്പെൻസീവ് ആണ്. 1.15 crore ഒക്കെയാണ് അതിന് ചോദിക്കുന്ന എമൗണ്ട്. സോ എനിക്ക് അറിയുന്നുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരും അതേപോലെ പോകുന്ന പിള്ളേരുണ്ട്, കാഡറ്റ് പ്രോഗ്രാം ആയിട്ട് പോകുന്ന പിള്ളേരുണ്ട്. സോ ഇറ്റ് ഡിപ്പെൻസ്. നമുക്ക് ഓരോരുത്തർക്കും ഫിനാൻസ് എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ ഡിഫറെന്റ് ലെവലിലായിരിക്കുമല്ലോ. സോ നമ്മുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന കൺവെൻഷനൽ ആയിട്ടാണ്. ഇനി ഒരു കൺവെൻഷനൽ ആയിട്ട് CPL എടുത്തതിന് ശേഷം ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്ത് സ്വന്തമായിട്ട് ഏൺ ചെയ്തതിന് ശേഷം, ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CPL പഠിപ്പിക്കുന്ന
ഫ്ലൈങ് ഇൻസ്ട്രക്ടേഴ്സ് ആയിട്ട് ജോലി കിട്ടാന്നുള്ള സാഹചര്യവും ഇപ്പോഴുണ്ട്. അങ്ങനെ ജോലി ചെയ്തിട്ട് പതുക്കെ സ്വന്തം വരുമാനം കൊണ്ട് എയർലൈനിലോട്ട് എത്തിപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ എന്തായാലും ഇന്ന് പൈലറ്റ് ആവാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അറിയേണ്ടത് എന്നാണ് ഉയരയിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇനിയും കുറച്ചധികം കാര്യങ്ങൾ കൂടി നമ്മൾ മുകിൽ സാർ പറഞ്ഞു തരാനുണ്ട്, അറിയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ഉയരെ ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മൾ പൈലറ്റ് ആവാൻ വേണ്ട കുറച്ചധികം ഇൻഫോർമേഷൻസ് ആണ് ഉയരയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അലയൻസ് എയറിന്റെ ഫസ്റ്റ് ഓഫീസർ മുകിൽ റാം TS സാർ ആണ് നമ്മോടൊപ്പം ഇന്ന് കൂടെയുള്ളത്. സാർ, നമ്മൾ ഈ ഒരു കോഴ്സിന്റെ എക്സ്പെൻസിനെ പറ്റിയിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഇനി ഈ ഫ്ലൈയിങ് ചെയ്യുന്നതിന്റെ ഒരു സുഖം അത് വേറെ തന്നെയാണെന്ന് അറിയാം. പക്ഷേ ഇന്ത്യയിലും എബ്രോഡും ഫ്ലൈ ചെയ്യുന്നത് രണ്ടും വ്യത്യാസമാണ്. അപ്പൊ ഇതിൽ ഏതാണ് നല്ലത്? ബേസിക്കലി അതിൽ ഒരു കാര്യം മാത്രമാണ് വ്യത്യാസം. ഫിനാൻസ് നോക്കുന്ന സമയത്ത് ഇന്ത്യയില് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. ഒരു 5 to 10 lakhs നമുക്ക് ഇന്ത്യയിൽ ഓവർ എക്സ്പെൻസീവ് ആണ് ട്രെയിനിങ്. ബട്ട് നിങ്ങൾ വയസ്സായിട്ട് പുറത്തുള്ള എബ്രോഡ് പോകുന്ന ഫ്ലൈങ് ക്ലബ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 30-ക്കുള്ളിൽ, ഐ മീൻ 30-35 ഇന്ത്യയിൽ ചിലപ്പോൾ 40 to 50 ആകാം. ഓക്കെ, സോ എക്സ്പെൻസ് വെച്ചിട്ട് മാത്രമാണ് പുറത്ത് ഫ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഗുണം ഉണ്ടാവുന്നത്. സോ എബ്രോഡ് പോകുന്നത് നമുക്ക് എന്താ പറയാ, അവർക്ക് അവരുടെ ഫ്ലൈങ് ക്ലബില് കുറച്ച് ലെസ് എക്സ്പെൻസീവ് ആയിരിക്കും കമ്പാരിറ്റീവ്ലി ഇന്ത്യൻ ഫ്ലൈങ് സ്കൂളിന്. കാരണം ഫ്യൂൽ പ്രൈസസ് പുറത്തെ രാജ്യത്തിന്റെ അനുസരിച്ചും നമ്മുടെ ഇതും തമ്മിൽ ടാക്സസ് ഒക്കെ വ്യത്യാസം കമ്പയർ ചെയ്യുന്ന സമയത്ത് അതുകൊണ്ടാണ്, അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. രണ്ടുപേരും അവിടെ പഠിപ്പിക്കുന്ന സെയിം ആയിട്ടുള്ള എക്സസൈസസ് ആണ്. പിന്നെ കുറച്ചുകൂടെ അവിടുത്തെ സിലബസ് കുറച്ചുകൂടെ ഇലാബറേറ്റ് ആണ്. ഫ്ലൈയിങ് പെർസ്പെക്റ്റീവില് കുറച്ചുകൂടെ സ്കിൽഡ് ആയിട്ടുള്ള ട്രെയിനിങ്സ് അവർക്ക് കിട്ടും. കാരണം ഇന്ത്യയിൽ നമുക്ക് ട്രെയിനിങ് DGCA കൂടുതൽ സേഫ്റ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്, റെക്കമെൻഡ് ചെയ്യുന്നതും. പുറത്താണെങ്കിൽ അവർക്ക് അവരുടെ സാഹചര്യം, സപ്പോസ് നമ്മൾ പോകുന്ന സ്ഥലത്തെ ടോപ്പോഗ്രഫി അനുസരിച്ചിട്ടുള്ള ഫ്ലൈങ് ആയിരിക്കും അവിടെ ചെയ്യുന്നത്. ഉദാഹരണത്തിന് കാനഡയിൽ പോകുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ അവിടുത്തെ വിന്റർ ഷെഡ്യൂളിൽ ഫ്ലൈ ചെയ്യണം. സോ കുറച്ചുകൂടെ എക്സ്പോസ്ഡ് ആവുകയാണ് വെതർ പാറ്റേൺസിൽ. ഇന്ത്യയിലാവുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം ഹെവി വിന്റേഴ്സ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടെ ആ ഒരു പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ട്രെയിനിങ്ങിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ബട്ട് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട ഫാക്ടർ, പുറത്തെ ആൾക്കാർ പോകുന്നത് തന്നെ എക്സ്പെൻസിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേറൊരു ഇതുണ്ട്, അതൊരു ആൾക്കാരെല്ലാരും പറയുന്നതാണ്, ഒബ്വിയസ്ലി ഇന്ത്യയിലെ പേപ്പേഴ്സ് ലിറ്റിൽ ബിറ്റ് ടഫ് ആണ് കമ്പാരിറ്റീവ്ലി പുറത്തിനെക്കാട്ടിലും. സോ അതിൽ നിന്ന് ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് പുറത്ത് പോകുന്ന ആൾക്കാരുണ്ട്. കാരണം പുറത്ത് പോകുന്ന ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 എക്സാം പാസ്സാകാൻ മതി. അതായത് എയർ നാവിഗേഷൻ, എയർ റെഗുലേഷൻ ആൻഡ് ടെക്നിക്കൽ വേണ്ട, നാവിഗേഷനും മീറ്ററോളജിയും റെഗുലേഷൻസും, ഈ 3 എക്സാം ആൾക്കാണെങ്കിൽ ഈ 5 പേപ്പേഴ്സ്, അതായത് RTR WPCയുടെ, പിന്നെ എയർ നാവിഗേഷൻ, എയർ മീറ്ററോളജി, എയർ റെഗുലേഷൻസ് ആൻഡ് ടെക്നിക്കൽ ജനറൽ. സോ ഈ ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ടും കൂടെയാണ് ആൾക്കാർ കൂടുതൽ അബ്രോഡ് ചൂസ് ചെയ്യുന്നത് അല്ലേ? ഏതൊരു മേഖലയിലാണെങ്കിലും കുട്ടികൾ പുറത്തോട്ട് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്ലൈങ്ങിന്റെ കാര്യത്തിലും അത് ഉണ്ടല്ലേ? ഉറപ്പായിട്ടും. ഇപ്പം അവിടെ ചെന്നതിന് ശേഷം ലൈസൻസ് എടുത്തിട്ട് അവർക്ക് ഈ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടിയതിന് ശേഷം അവിടുത്തെ രാജ്യത്തും ഫ്ലൈ ചെയ്യാം. ഇപ്പം കാനഡയിലാണെങ്കിൽ കാനഡിയൻ ലൈസൻസ് അവർക്ക് കിട്ടും. സോ അവർക്കും അവിടുത്തെ രാജ്യത്ത് ഫ്ലൈ ചെയ്യാം. അവർക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടുകയാണെങ്കിൽ അവർക്ക് ഫ്ലൈ ചെയ്യാം. പക്ഷെ അവിടെ ഡയറക്റ്റ് ആയിട്ട് എയർലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോഴില്ല. അത് ചില കൺട്രീസിൽ, ലിത്വാനിയ അങ്ങനത്തെ രാജ്യങ്ങളിലും അവർ ചില കാരിയേഴ്സ്, ഫോറിൻ നാഷണൽസ്, CPL ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അവരെ പെർഫോമൻസ് അനുസരിച്ച് ചൂസ് ചെയ്യുന്നല്ലാതെ കുറച്ചുകൂടെ വാസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരു എയർലൈനിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലേക്കാണ് ഉള്ളത്. അതാണ് പുറത്ത് പോയി ആൾക്കാർ അവിടുത്തെ ലൈസൻസ് എടുത്താലും ഇന്ത്യയിൽ വന്ന ലൈസൻസിനെ കൺവേർട്ട് ചെയ്ത് DGCA ലൈസൻസ് ആക്കി ഇവിടുത്തെ എയർലൈനിലോട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നത്. കുറച്ചുകൂടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിൽ കൂടുതലാണ് ഫ്രഷേഴ്സിന്. പുറത്തുള്ള രാജ്യത്തിൽ കമ്പാരിറ്റീവ്ലി ലെസ് ആണ്. ഓക്കെ സർ, ഓക്കെ. സോ നമ്മൾ ഇന്ത്യ ആണോ എബ്രോഡ് ആണോ ഫ്ലൈ ചെയ്യുന്നത് നല്ലത് എന്നുള്ളതിനുള്ളൊരു ഉത്തരം ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. പല തരത്തിലുള്ള ഫാക്ടേഴ്സ്
അതിൽ വരുന്നുണ്ടെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്ലൈ ചെയ്യാനേ നമ്മുടെ മുകിൽ സാറാണ് കൂടെയുള്ളത്. ഉയരയിലൂടെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. വെൽക്കം ബാക്ക് ടു ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. പൈലറ്റ് ആവാനുള്ള കുറേയധികം വഴികളാണ് നമ്മൾ ഇന്ന് ഉയരയിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മോടൊപ്പം അലൈൻസ് എയറിന്റെ ഫസ്റ്റ് ഓഫീസർ മുകിൽ റാം സാർ കൂടെ തന്നെയുണ്ട്. സാർ, ഈ ഫ്ലൈയിങ് ചെയ്യുന്നത് കൊണ്ടുള്ള ബേസിക് ആസ്പെക്ട്സുകൾ എന്തൊക്കെയാണ് അറിഞ്ഞാൽ കൊള്ളാട്ടോ. ഓക്കെ, ബേസിക്കലി എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു വിങ്സ് ഉണ്ടാവും, ബേസിക് ആയിട്ടുള്ള കൺട്രോൾ സർഫസസ് ഉണ്ടാവും. അതായത് എലിറോൺസ് എന്ന് പറയുന്നത് നമ്മുടെ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതും, റഡർ എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്ഷണൽ കൺട്രോൾ യൂസ് ചെയ്യുന്നതും, എലിവേറ്റർ എന്ന് പറയുന്നത് നമുക്ക് പിച്ചിങ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് എയർക്രാഫ്റ്റിൽ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കൺട്രോൾ സർഫസസ്. ഇത് മൂന്നും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എയർക്രാഫ്റ്റിൽ ഒരു കോക്പിറ്റിന്റെ അകത്ത് ഒരു ജോയ്സ്റ്റിക് അല്ലെങ്കിൽ ഒരു കൺട്രോൾ കോളം ഉണ്ടാകും. സോ എൻജിൻ നമുക്ക് ത്രസ്റ്റ് തരുന്നു. അതായത് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത് 4 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ്. സോ എയർക്രാഫ്റ്റിന്റെ വെയിറ്റിനെ ഓവർകം ചെയ്യുന്ന ലിഫ്റ്റ് നമുക്ക് വിങ്സ് തരേണ്ടിയിരിക്കുന്നു. ലിഫ്റ്റും വെയിറ്റും തമ്മിലുള്ള ഒരു പ്രൊപ്പോർഷൻ. പിന്നെ നമ്മുടെ എൻജിൻ നമ്മുടെ എയർക്രാഫ്റ്റിന്റെ ഡ്രാഗിനെ ഓവർകം ചെയ്യണം, എൻജിൻ ത്രസ്റ്റ്. സോ ബേസിക് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ത്രസ്റ്റ്, ഡ്രാഗ്, ലിഫ്റ്റ് ആൻഡ് വെയിറ്റ്. ഈ കമ്പോണൻസ് ആണ് എയർക്രാഫ്റ്റ്. അത് ബേസിക് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാൻ ഉള്ള ആസ്പെക്റ്റിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പറയപ്പെടേണ്ട 4 ഫാക്ടേഴ്സ്. അതിൽ 4 കൺട്രോൾ സർഫസ് ഉണ്ട്, 3 കൺട്രോൾ സർഫസ് ഉണ്ട്. എലിറോൺസ് ഫോർ റോൾ കൺട്രോൾ, റഡർ ഫോർ ഡയറക്ഷണൽ കൺട്രോൾ, ലെഫ്റ്റ് റൈറ്റ് പോകാൻ വേണ്ടിയിട്ട്, പിന്നെ നമുക്ക് എലിവേറ്റേഴ്സും ഉണ്ട്, പിച്ചിങ് അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ, ഇതൊക്കെ ശരിക്കും പഠിക്കുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വാച്ച് ചെയ്ത് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്ത കാര്യങ്ങളായിരിക്കില്ലേ? ഉറപ്പായിട്ടും, കാരണം ഇത് എല്ലായിടത്തും ബേസിക് റിമെയിൻസ് ദ സെയിം ഏത് ഇറക്കി പോയാൽ. ഓക്കെ, അപ്പൊ നമ്മള് എയർലൈനിന്റെ അല്ലെങ്കിൽ ഫ്ലൈയിങ്ങിന്റെ ആസ്പെക്ട്സ് ആണ് നമ്മളിപ്പോൾ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഓരോ വ്യക്തിയും മെഡിക്കലി ഫിറ്റ് ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ഒരു പൈലറ്റ് ആവാൻ വേണ്ടി നമ്മൾ മെഡിക്കലി ഫിറ്റ് ആയിരിക്കേണ്ടത് ഈ ജോലിയെ സംബന്ധിച്ചിടത്തോളം എത്ര ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. പക്ഷേ പാട്ടുകൾക്ക് ശേഷമാണ് കേട്ടോ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഹായ് സാർ, വെൽക്കം ബാക്ക് ടു ദി ഷോ. നമ്മൾ ഇന്ന് പൈലറ്റ് ആവാൻ വേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അലൈൻസ് എയറിന്റെ ഫസ്റ്റ് ഓഫീസർ മുകിൽ റാം സാറാണ് നമ്മോടൊപ്പം കൂടെയുള്ളത്. സാറേ, നമ്മൾ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് കേട്ടോ. നമുക്കറിയാം ഓരോ ജോലിക്കും മെഡിക്കലി ഫിറ്റ് ആവേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ ജോലിയെ സംബന്ധിച്ചിടത്തോളം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു പൈലറ്റ് മെഡിക്കലി ഫിറ്റ് ആവുക എന്നുള്ളത്? മെഡിക്കൽ എന്ന് പറയുന്നത് നമ്മൾ 40 years വരെ എല്ലാ വർഷവും ഇയർലി വരുന്ന മെഡിക്കലാണ്. സോ അതിൽ നമ്മുടെ ഐസൈറ്റ് 6/6 ഉണ്ടാവണം. വിത്ത് റെസ്പെക്ട് സ്പെക്ടക്കിൾസ് യൂസ് ചെയ്താൽ കൂടെ തന്നെ 6/6 നമുക്ക് ഉണ്ടാവണം. അതിനുശേഷം നമ്മുടെ ബോഡി BMI-ക്കുള്ളിലായിരിക്കണം. ഇൻ കേസ് BMI-ക്കുള്ളിൽ അല്ലെങ്കിൽ കൂടെ നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈൽസ് എല്ലാം ഓക്കെ ആയിരിക്കണം. സോ നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അവർ തരുന്ന പാരാമീറ്റേഴ്സിന് ഉള്ളിലായിരിക്കണം. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ ഉറങ്ങുന്നതും നമ്മൾ എക്സസൈസ് ചെയ്യുന്നതും ഒക്കെ മാൻഡേറ്ററി ആണ്. ഒബ്വിയസ്ലി നമുക്ക് എയർലൈൻസിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു എക്സ്ക്യൂസ് അല്ല. നമ്മുടെ ഡിഫറെന്റ് പാറ്റേൺസ് കാരണം രാത്രി ഫ്ലൈ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ രാവിലെ ഫ്ലൈ ചെയ്യേണ്ടി വരും. സോ റെഗുലർ ആയിട്ടൊരു എക്സസൈസ് ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടത്തില്ല. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡും നമുക്ക് ചില സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഫുഡ് എയർലൈൻ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡാണ്. ഇപ്പൊ നമ്മുടെ ഡയറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല, അൺലൈക്ക് വേറെ ഏത് ജോലിയെ പോലും. സോ ഈ ഒരു പെർസ്പെക്റ്റീവ് നിന്നിട്ട് നമ്മുടെ ഡയറ്റ് കൺട്രോളും എക്സസൈസും നമ്മൾ ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇയർലി ആയിട്ടുള്ള ക്ലാസ് 1 മെഡിക്കൽ ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്, അതായത് കാറ്റഗറി 1. സോ ക്ലാസ് 1 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു നമ്മുടെ ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും, റൂട്ടീൻ ബ്ലഡ് ആൻഡ് യൂറിൻ ചെക്കപ്പ് ഉണ്ടാവും, BMI കൂടുതലാണെങ്കിൽ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ വിത്തിൻ എ സ്പാൻ ഓഫ് 2 years അൾട്രാസൗണ്ട്,
എക്സ്റേ, ECG, നോർമലി ഒരു ശരീരത്തിന്റെ എല്ലാ പെർസ്പെക്റ്റീവും അവര് ചെക്ക് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ക്ലാസ് റൂമിൽ നമ്മൾ ഫിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് കുറെ കാര്യത്തിൽ നമ്മൾ സേഫ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. നോർമലി ഒരാള് എപ്പോഴെല്ലാം ഇയർലി മെഡിക്കൽ ചെക്കപ്പ് ചെയ്യത്തില്ലല്ലോ വേറൊരു ജോലി ചെയ്യുന്ന ഒരാള്. സോ അതിനെ നമ്മുടെ ഏവിയേഷനിൽ വരുന്ന സമയത്ത് നമുക്കിത് മാൻഡേറ്ററി ആയിട്ട് ചെയ്തേ പറ്റും. നമ്മൾ ക്ലാസ് റൂം മെഡിക്കലി ഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ സർ, ഓക്കെ, താങ്ക് യു. അപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പൈലറ്റ് മെഡിക്കലി ഫിറ്റ് ആവുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ തന്നെ മുകിൽ റാം സാറിൻ പറഞ്ഞത് കേട്ടത്. എനിക്ക് തോന്നുന്നു ഓരോ ജോലികളും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ ഓരോരുത്തരും ഫേസ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇത്തിരി റെസ്പോൺസിബിലിറ്റിയും റിസ്ക്കും കൂടുതലായിട്ടുള്ളൊരു ജോലി തന്നെയാണ് ഫ്ലൈയിങ് എന്ന് പറയുന്നത്. കാരണം പൈലറ്റിൻ്റെ കാര്യം മാത്രമല്ല, കൂടെയുള്ള അത്രയും ആളുകളുടെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഉറപ്പുവരുത്തേണ്ടത് ആ ഒരൊറ്റ പൈലറ്റിൻ്റെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ആ ഒരു ചുമതലയാണ്. സോ അത്രയും റിസ്കി ആയിട്ടുള്ളൊരു ജോബാണ്. പക്ഷേ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് അതിലും വലിയൊരു കാര്യമാണ്. സോ സർ, താങ്ക് യു സോ മച്ച് ഇന്ന് ഉയരയിലൂടെ നമുക്ക് ഈ ഒരു മേഖലയെ പറ്റിയിട്ട് പറഞ്ഞു തന്നതിനും ഈ ഒരു മേഖലയിലേക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ ആയതിനും താങ്ക് യു സോ മച്ച് സർ ഫോർ ബീയിങ് വിത്ത് us. താങ്ക് യു സോ മച്ച് സർഗക്ഷേത്രയ്ക്ക് ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച് അന്ന. നല്ലൊരു ഹോസ്റ്റ് ആയ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഇനിയും നമ്മൾ നിരവധി എഡ്യൂക്കേഷണൽ ഫീൽഡിന്റെ വിശേഷങ്ങളുമായിട്ട് എത്തുന്നത് വരെ കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുണ്ടായിരുന്നത് അന്ന. 89.6 FM സർഗക്ഷേത്ര.